സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും എന്ന വാർത്തയുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് മേപ്പാടിയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പുത്തുമല, വെള്ളാർമല, മുണ്ടക്കൈ LP സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. അർച്ചന രവീന്ദ്രനും ദീപക് മോഹനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ദീപക് മോഹനിലേക്ക്. ദീപക് മോഹൻ, വയനാട് ഇപ്പോഴും തുടർച്ചയായി മഴ പെയ്യുകയാണോ? ഇന്നലെ രാത്രിയിലും മഴയുണ്ടായിരുന്നു. മഴയ്ക്ക് ശമനമൊന്നുമില്ലേ ഇപ്പോഴും? അരുൺകുമാർ, വയനാട്ടിൽ ഇന്നലെ കനത്ത മഴയായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നുണ്ട്. മേപ്പാടി മേഖലയിലാണ് കനത്ത മഴ പെയ്യുന്നത്. മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത മഴയുണ്ട്. മാത്രമല്ല, വയനാട്ടിലെ 2 ഡാമുകളായ ബാണാസുര, കാരാപ്പുഴ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നുണ്ട്. ഈ ബാണാസുര ഡാമിൽ ഇപ്പോൾ ജലനിരപ്പ് 772.50 മീറ്ററാണ്. അതായത് മാക്സിമം വാട്ടർ ലെവലായിരിക്കുന്നു. ഇനി 1 മീറ്റർ കൂടി ജലനിരപ്പ് ഉയർന്നാൽ ഡാമിലെ ഷട്ടറുകൾ തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ബാണാസുര ഡാമിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുള്ള സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ പുഴയോരത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കാൻ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ ഈ മുണ്ടക്കൈ ഭാഗത്തെ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ ചെറിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. മുണ്ടക്കൈ പ്രദേശത്തിനോട് ചേർന്ന വനമേഖലയിലാണ് ഇത്തരത്തിൽ വലിയ ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇന്ന് വയനാട്ടിൽ കനത്ത മഴയുണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാനന്തവാടി, വൈത്തിരി താലൂക്കുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കനത്ത മഴ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പറയത്തക്ക രീതിയിലുള്ള രൂക്ഷമായ ഒരു മഴക്കെടുതി വയനാട്ടിൽ എന്നും വെള്ളാർമല, മുണ്ടക്കൈ LP സ്കൂളുകൾക്ക് വയനാട്ടിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ദീപക് മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കനത്ത മഴയുണ്ട്, എല്ലാവരും കരുതിയിരിക്കുക, ജാഗ്രത വേണം. വിദ്യാർത്ഥികളൊക്കെ പോകുന്ന സമയത്ത് വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലങ്ങൾ മാറി നടക്കാൻ അവരോട് പറയണം. ഒരു കാരണവശാലും അവരെ വെള്ളക്കെട്ടിൽ കളിക്കാൻ അനുവദിക്കുകയും അരുത്. പുഴയിൽ പോയി ചൂണ്ടയിടുന്ന പരിപാടിക്കൊന്നും പോകരുത്. കനോലി കനാലിൽ ഒരു യുവാവ് ഇന്നലെ മീൻ പിടിക്കാൻ പോയി, കനാലിൽ വീണ് മരിച്ചുപോയി. അപ്പോൾ അതടക്കമുള്ള ഒട്ടേറെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നമുക്കൊപ്പം അർച്ചന രവീന്ദ്രൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അർച്ചന രവീന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കനത്ത മഴയായിരുന്നു എന്നൊക്കെ മെസ്സേജുകൾ വന്നിരുന്നു. മഴ ഇപ്പോൾ ഒന്ന് ഒടുങ്ങിയോ? കേരളത്തിൽ പൊതുവെ എന്താണ് കാലാവസ്ഥ? അതെ അരുൺ, രാവിലത്തോടെ ഇന്ന് കനത്ത മഴയായിരുന്നു തിരുവനന്തപുരത്തായാലും ഉണ്ടായത്. ഇന്ന് സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന നിർദ്ദേശത്തിലുള്ളത്. ഇന്ന് വടക്കൻ മേഖലകളെ, അതായത് വടക്കൻ ജില്ലകളിലേക്കാണ് മുന്നറിയിപ്പ് പറയുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. അടുത്ത മണിക്കൂറുകളിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും നിർദ്ദേശത്തിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ കാറ്റ് തന്നെയായിരുന്നു സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലെല്ലാം തന്നെയാണ് ഇത്തരത്തിൽ അടുത്ത മണിക്കൂറുകളും കാറ്റിനടക്കമുള്ള സാഹചര്യം അറിയിക്കുന്നതും. എന്തായാലും മലയോര തീരദേശ മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധന വിലക്കും ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് അറിയിക്കുന്നതും. അരുൺ.